ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. നാരായണീയാമൃതം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് 25-ാം ദിവസത്തെ പാരായണം ആരംഭിക്കുന്നു. യുദ്ധകാണ്ഡത്തിൽ പാരായണ ഭാഗങ്ങൾ: രാവണ ശുക സംവാദം, ശുകൻ്റെ പൂർവവൃത്താന്തം, മാല്യവാൻ്റെ വാക്യം. ഏവർക്കും ശ്രീരാമേന്ദ്രസ്വാമിയുടെ അനുഗ്രഹമുണ്ടാകട്ടെ. ഹരേ കൃഷ്ണ. രാവണശുക സംവാദം. പങ്ക്തിമുഖനുമവനോടു ചോദിച്ചാനെന്തു നീ വൈകുവാൻ കാരണം ചൊല്ലിടോ. വാനരേന്ദ്രന്മാരറിഞ്ഞു പിടിച്ചഭിമാന വിരോധം വരുത്തിയാരോ തവ ക്ഷീണഭാവം കലർന്നിടുവാൻ കാരണം. മാനസേ ഖേദം കളഞ്ഞു ചൊല്ലിടടോ. രാത്രിഞ്ചരേന്ദ്രോക്തി കേട്ടു ശുകൻ പരമാർത്ഥം ദശാനനോടു ചൊല്ലിടിനാൻ. രാക്ഷസരാജപ്രവര ജയ ജയ മോക്ഷോപദേശമാർഗേണ ചൊല്ലിടുവൻ. സിന്ധു തന്നുത്തര തീരോപരി ചെന്നൊരന്തരമെന്നിയെ ഞാൻ തവ വാക്യങ്ങൾ ചൊന്ന നേരത്തവരെന്നെ പിടിച്ചുടൻ കൊന്നുകളവാൻ തുടങ്ങും. ദശാന്തരെ രാമ രാമ പ്രഭോ പാഹി പാഹി. ജ്ഞാനയാമയം പൂണ്ടു കരഞ്ഞ നാദം കേട്ടു ദൂതനവധ്യനയപ്പിനയപ്പിനെന്നാദരവോടരുൾ ചെയ്തു ദയാപരൻ. വാനരന്മാരുമയച്ചാരതുകൊണ്ടു ഞാനും ഭയം തീർന്നു നീളെ നടന്നുടൻ. വാനരസൈന്യമെല്ലാം കണ്ടുപോന്നിതും മാനവവീരനനുജ്ഞയാ സാദരം. പിന്നെ രഘൂത്തമനോടു ചൊല്ലിനാൻ, ചെന്നു നീ രാവണൻ തന്നോടു ചൊല്ലുക, സീതയെ നൽകിയിടുകൊന്നുകിൽ അല്ലായിലേതുമേ വൈകാതെ യുദ്ധം തുടങ്ങുക. രണ്ടിലുമൊന്നരുളി ചെയ്തു കൊള്ളണം, രണ്ടും കണക്കെനിക്കെന്നു പറയണം. എന്തു ബലം കൊണ്ടു സീതയെ കട്ടുകൊണ്ടന്ധനായി പോയി വരും നിന്നുകൊണ്ടു ഭവാൻ. പോരുമതിന്നു ബലമെങ്കിലെന്നോടു പോരിനായിക്കൊണ്ടു പുറപ്പെടുകാശു നീ. ലങ്കാപുരവും നിശാചരസേനയും ശങ്കാവിഹീനം ശരങ്ങളെ കൊണ്ടു ഞാൻ ഒക്കെ പൊടിപ്പെടുത്തെന്നുള്ളിൽ വന്നിങ്ങു പൂക്കൊരു രോഷവുമാശു തീർത്തിടുവൻ. നച്ചഞ്ചരകുലശ്രേഷ്ഠൻ ഭവാനൊരു ശക്തനെന്നാകിൽ പുറപ്പെടുകാശു നീ എന്നരുളി ചെയ്തിരുന്നരുളിടിനാൻ. നിന്നുടെ സോദരൻ തന്നോടു കൂടവേ സുഗ്രീവലക്ഷ്മണന്മാരോടു ഒന്നിച്ചു നിഗ്രഹിപ്പാനായി ഭവന്തം രണാഗണേ. കണ്ടുകൊണ്ടാലും അസംഖ്യം ബലം ദശകണ്ഠപ്രഭോ കപിപുങ്കവപാലിതം
പർവത സന്നിഭന്മാരായ വാനരരുർവികുലങ്ങവേ ഗർജനവും ചെയ്തു സർവലോകങ്ങളും ഭസ്മമാക്കിയിടുവാൻ ഗർവം കലർന്നു നിൽക്കുന്നിതു നിർഭയം സംഖ്യയുമാർക്കും ഗണിക്കാവതല്ലിഹ സംഖ്യാവതാവരനായ കുമാരനും ഹുങ്കാരമേറിയ വാനരസേനയിൽ സംഘപ്രധാനന്മാരെ കേട്ടുകൊള്ളുക. ലങ്കാപുരത്തെയും നോക്കി നോക്കി ദ്രുതം ശങ്കാവിഹീനമലറി നിൽക്കുന്നവൻ 100,000 പടയോടും രിപുക്കളെ നീറാക്കുവാനുഴറ്റൂടെ വാൽ പൊങ്ങിച്ചു കാലനും പേടിച്ചു മണ്ടുവനോടു നീലനാം സേനാപതി ഭഗ്നിനന്ദനൻ അങ്കദനാകുമിളയ രാജാവതിനങ്ങേതു പത്മകിഞ്ചൽക്ക സമപ്രഭൻ വാൽ കൊണ്ടു ഭൂമിയിൽ തച്ചു തച്ചങ്ങനെ ബാലിതൻ നന്ദനനദൃശ്യാഗോപമൻ തൽ പാർശ്വസീം നിൽക്കുന്നതു വാദജൻ ത്വൽപുത്രഘാതകൻ രാമചന്ദ്രപ്രിയൻ സുഗ്രീവനോടു പറഞ്ഞു നിൽക്കുന്നവനുഗ്രനാം ശ്വേതൻ രജത സമപ്രഭൻ രംഭനങ്ങേതവൻ മുമ്പിൽ നിൽക്കുന്നവൻ വമ്പനായുള്ള ശരഭൻ മഹാബലൻ മൈന്ദനങ്ങേതവൻ തമ്പി വിവിധനും വൃന്ദാരക വൈദ്യനന്ദനന്മാരല്ലോ സേതു കർത്താവാം നളനദിനങ്ങേതു ബോധമേറും വിശ്വകർമാവുതൻ മകൻ താരൾ പനസ് കുമുദൽ വിനദനു വീരൻ ഋഷഭൻ വികടൻ വിശാലനും മാരുതി തൻ പിതാവാകിയ കേസരി സൂരനായിടും പ്രമാധി ശരബലി സാരനാം ജാംബവാനും വേഗദർശിയും വീരൻ ഗജനും ഗവയൻ ഗവാക്ഷനും ശൂരൻ ദതിമുഖൻ ജ്യോതിർമുഖൻ അതിഘോരൻ സുമുഖനും ദുർമുഖൻ ഗോമുഖൻ ഇത്യാദി വാനരനായകന്മാരെ ഞാൻ പ്രത്യേകമെങ്ങനെ ചൊല്ലുന്നതും പ്രഭോ. ഇത്തരം വാനരനായകന്മാർ 67 കോടിയുണ്ടതറിഞ്ഞാലും ഉള്ളം തെളിഞ്ഞു പോർക്കായി 21 വെള്ളം പടയുമുണ്ടുള്ളതവർക്കെല്ലാം ദേവാരികളെ ഒടുക്കുവാനായി വന്ന ദേവാംശ സംഭവന്മാരിവരെ വരും. ശ്രീരാമദേവനും മാനുഷനല്ലാതിനാരായണനാം പരൻ പുരുഷോത്തമൻ സീതയാകുന്നതു യോഗമായാ ദേവി സോദരൻ ലക്ഷ്മണനായതനന്ദനും ലോകമാതാവും പിതാവും ജനകജാരാഘവന്മാരെന്നറിക വഴി പോലെ വൈരമവരോടു സംഭവിച്ചിടുവാൻ കാരണമെന്തെന്നതോർക്ക നീ മാനസേ. പഞ്ചഭൂതാത്മ
ശരീരവും പഞ്ചത്വമാശു ഭവിക്കുമെല്ലാവനും. പഞ്ചാത്മകതത്വങ്ങളെ കൊണ്ടു സഞ്ചിതം പുണ്യപാപങ്ങളാൽ ബദ്ധമായി ത്വങ്മാംസമേതോസ്ഥിതമൂത്രമലങ്ങളാൽ സമ്മേളിതമതി ദുർഗന്ധമെത്രയും ഞാനെന്ന ഭാവമതിങ്കലുണ്ടായി വരും. ജ്ഞാനമില്ലാതെ ജനങ്ങൾക്കതോർക്ക നീ ഹന്ത ജഡാത്മകമായ കായത്തിങ്കലെന്തൊരാസ്ഥ ഭവിക്കുന്നതും ധീമതാം യാതൊന്നു മൂലമായി ബ്രഹ്മഹത്യാദിയാം പാദകൗഘങ്ങൾ കൃതങ്ങളാകുന്നതും ഭോഗഭോക്താവായ ദേഹം ക്ഷണം കൊണ്ടു രോഗാദിമൂലമായി സമ്പദിക്കും ദൃഢം. പുണ്യപാപങ്ങളോടും ചേർന്നു ജീവനും വന്നുകൂടുന്നു സുഖദുഃഖബന്ധനം. ദേഹത്തെ ഞാനെന്നു കൽപ്പിച്ചു കർമ്മങ്ങൾ മോഹത്തിനാൽ അവശത്വേന ചെയ്യുന്നു. ജന്മമരണങ്ങളും അതുമൂലമായി സമോഹിതന്മാർക്കു വന്നു ഭവിക്കുന്നു. ശോകജരാമരണാദികൾ നീക്കുവാനാകയാൽ ദേഹാഭിമാനം കളകനീ. ആത്മാവ് നിർമ്മലനവ്യയനദ്വയനാത്മാനമാത്മനാ കണ്ടു തെളിക നീ. ആത്മാവിനെ സ്മരിച്ചിടുക സന്തതമാത്മനി തന്നെ ലയിക്ക നീ. കേവലം പുത്രധാരാത ഗൃഹാദി വസ്തുക്കളിൽ ശക്തി കളഞ്ഞു വിരക്തനായി വാഴുക. സുഖരാസ്വാദി ദേഹങ്ങളിലാക്കിലും ഭോഗം നരകാദികളിലുമുണ്ടല്ലോ. ദേഹം വിവേകാഢ്യമായതും പ്രാപിച്ചിതാഹന്ത പിന്നെ ദ്വിജത്വവും വന്നിതു കർമ്മഭൂവാമത്ര ഭാരതഖണ്ഡത്തിൽ നിർമ്മലം ബ്രഹ്മജന്മം ഭവിച്ചിടിനാൽ പിന്നെയുണ്ടാകുമോ ഭോഗത്തിലാഗ്രഹം. ധന്യനായുള്ളവനോർക്ക മഹാമതേ പൗലസ്ത്യപുത്രനാം ബ്രാഹ്മണാഢ്യൻ ഭവാൻ ത്രൈലോക്യ സമ്മതൻ ഘോരതബോധനൻ എന്നിരിക്കെ പുരജ്ഞാനിയെ പോലെ പിന്നെയും ഭോഗാഭിലാഷമെന്തിങ്ങനെ ഇന്നു തുടങ്ങി സമസ്ത സംഘങ്ങളും നന്നായി പരിത്യജിച്ചിടുക മാനസേ. രാമനെ തന്നെ സമാശ്രയിച്ചിടുക. രാമനാകുന്നതാത്മാ പരനദ്വയൻ സീതയെ രാമനു കൊണ്ട കൊടുത്തു തൽപാദപത്മാനുചരനായി ഭവിക്ക നീ. സർവപാപങ്ങളിൽ നിന്നു മുക്തനായി ദിവ്യമാം വിഷ്ണുലോകം ഗമിക്കായി വരും. അല്ലാക്കിലാശു കീഴ്പോട്ടു പോയി ചെല്ലും. നരകത്തിലൊരു സംശയം നല്ലതത്രേ ഞാൻ നിനക്കു പറഞ്ഞതു. നല്ല ജനത്തോടു ചോദിച്ചു കൊള്ളിടു. രാമേതി രാമേതി ജപിച്ചു കൊണ്ടാമയം വേറിട്ടു സാധിക്ക മോക്ഷവും. സസംഗമത്തോടു രാമചന്ദ്രം ഭക്തവത്സലം ലോകശരണ്യം ശരണദം ദേവം
മരതകാന്തികാന്തം രമാസേവിതം ചാപബാണായുധം രാഘവം സുഗ്രീവസേവിതം ലക്ഷ്മണസംയുതം രക്ഷാനിപുണം വിഭീഷണസേവിതം ഭക്ത്യാ നിരന്തരം ധ്യാനിച്ചുകൊള്ളിലോ മുക്തി വന്നിടുമതിനില്ല സംശയം ഇത്തം സുഖവാക്യമജ്ഞാനനാശനം ശ്രുത്വാ ദശാസ്യനും ക്രോധതാമ്രാക്ഷനായി ദഗ്ധനായി പോകും സുഖനെന്നു തോന്നുമാറത്യന്തരോഷേണ നോക്കിയുര ചെയ്ത ഭൃത്യനായുള്ള നീയാചാര്യനെ പോലെ നിസ്ത്രവം ശിക്ഷ ചൊല്ലുവാനെന്തു കാരണം പണ്ടു നീ ചെയ്തോരുപകാരമോർക്കയാലുണ്ടു കാരുണ്യമെനിക്കതുകൊണ്ടു ഞാൻ ഇന്നു കൊല്ലുന്നതില്ലെന്നു കൽപ്പിച്ചിതൻ മുന്നിൽ നിന്നാശു മറയത്തു പോക നീ കേട്ടാൽ പൊറുക്കരുതാതൊരു വാക്കുകൾ കേട്ടു പൊറുപ്പാൻ ക്ഷമയുമെനിക്കില്ല എന്നുടെ മുമ്പിൽ നീ കാൽക്ഷണം നിൽക്കിലോ വന്നു കൂടും മരണം നിനക്കിന്നുമേ എന്നതു കേട്ടു പേടിച്ചു വിറച്ചവൻ ചെന്നു തന്മന്ദിരം പുക്കിരുന്നീടിനവന്റെ പൂർവവൃത്താന്തം. ബ്രാഹ്മണശ്രേഷ്ഠൻ പുരാശുഖൻ നിർമ്മലൻ ബ്രാഹ്മണ്യവും പരിപാലിച്ചു സന്തതം കാനനത്തിങ്കൽ വാനപ്രസ്ഥനായി മഹാജ്ഞാനികളിൽ പ്രധാനിത്വവും കൈക്കൊണ്ടു ദേവകൾക്കഭ്യുദയാർത്ഥമായി നിത്യവും ദേവാരികൾക്കു വിനാശത്തിനായി കൊണ്ടും യാഗാദി കർമ്മങ്ങൾ ചെയ്തു മേവീടിനാൻ യോഗം ധരിച്ചു പരബ്രഹ്മനിഷ്ഠയ വൃന്ദാരകാഭ്യുദയാർത്ഥിയായി രാക്ഷസനിന്ദാപരനായി മരുവും ദശാന്തരെ നിർജര വൈരികുലശ്രേഷ്ഠനാകിയ വജ്രദംഷ്ടൻ മഹാദുഷ്ടനിശാചരൻ എന്തോന്നു നല്ലു സുഖാപകാരത്തിനന്തരവും പാർത്തിരിക്കും വിധൗ കുംഭോത്ഭവനാമഗസ്ത്യൻ സുഖാശ്രമേ സംപ്രാപ്തനായാനൊരു ദിവസം ബലാൽ സംപൂജിതനാമഗസ്ത്യ തപോധനൻ സംഭോജനാർത്ഥം നിമന്ത്രിതനാകയാൽ സ്നാതും ഗതേ മുനൗ കുംഭോത്ഭവേ സദാ യാതുധനാധിപൻ വജ്രദംഷ്ട്രാസുരൻ ചെന്നാനഗസ്ത്യരൂപം ധരിച്ചന്തരാ ചൊന്നാൻ സുഖനോടു മന്ദഹാസാൻവിതം ഒട്ടുനാളുണ്ടു മാംസം കട്ടിയുണ്ടിട്ടു മിഷ്ടമായുണ്ണേണമെന്നു നമുക്കെടോ ചാകമാംസം വേണമല്ലോ കരിമമത്യാഗിയല്ലോ ഭവാൻ ബ്രാഹ്മണ സത്തമൻ എന്നളവേ സുഖൻ ഭക്തിയോടും തഥാ ചൊന്നാനരങ്ങനെ എന്നവളും ചൊന്നാൻ മധ്യസുഖപത്നിവേഷം ധരിച്ചവൻ ചിത്തമോഹം വളർത്തിയിടിനാൻ മായയാ മർത്യമാംസം വിളമ്പിക്കൊടുത്തമ്പോടു തത്രൈവ
വജ്രദംഷ്ടം മറഞ്ഞിടിനാൻ. മർത്യമാംസം കണ്ടു മൈത്രാവരുണിയും ക്രൂധനായി ക്ഷിപ്രം ശുകനെ ശപിച്ചിതു. മർത്യരെ ഭക്ഷിച്ചു രാക്ഷസനായിനി പൃഥ്വിയിൽ വാഴുക മത്തപോ വൈഭവാൻ. ഇതം ശപിച്ചിതു കേട്ടു ശുകൻ താനുമെത്രയും ചിത്രമിതെന്തൊരു കാരണം. മാംസോത്തരം ഭുജിക്കേണമെനിക്കെന്നു ശാസന ചെയ്തതും മറ്റാരുമല്ലല്ലോ. പിന്നെയ തിന്നു കോപിച്ചു ശപിച്ചതുമെന്നുടെ ദുഷ്കർമ്മമെന്നേ പറയാവൂ. ചൊല്ലു ചൊല്ലെന്തു പറഞ്ഞതു നീ സഖേ, നല്ല വൃത്താന്തമിതെന്നോടു ചൊല്ലണം എന്നതു കേട്ടു ശുകനും അഗസ്ത്യനോടന്നേരമാശു സത്യം പറഞ്ഞിടിനാൻ. മജ്ജനത്തിനെഴുന്നള്ളിയ ശേഷമിതി ജനത്തോടു വീണ്ടും വന്നരുൾ ചെയ്തു വ്യഞ്ജനം. മാംസസമന്വിതം വേണമെന്നഞ്ജസാ ഞാനതു കേട്ടിതു ചെയ്തതും. ഇത്തം ശുകോക്തികൾ കേട്ടോരഗസ്ത്യനും ചിത്തേ മുഹൂർത്തം വിചാരിച്ചരുളിനാൻ. വൃത്താന്തമുൾക്കാമ്പു കൊണ്ടു കണ്ടോരളവുൾ താപമോടരുൾ ചെയ്താനഗസ്ത്യനും. വഞ്ചിതന്മാരായി വയം ബദയാമിനി സഞ്ചാരികളിതു ചെയ്തതു നിർണയം. ഞാനും അതിമൂഢനായി ചമഞ്ഞേൻ ബലാലൂനം വര വിധി തന്മതമെന്നുമേ. മിഥ്യയായി വന്നുകൂടാ മമ ഭാഷിതം. സത്യപ്രധാനനല്ലോ നീയുമാകയാൽ നല്ലതു വന്നുകൂടും മേലിൽ നിർണയം. കല്യാണമായി ശാപമോക്ഷവും നൽകുവൻ ശ്രീരാമപത്നിയെ രാവണൻ കൊണ്ടുപോയ രാമസീമനി വെച്ചു കൊള്ളും ദൃഢം. രാവണഭൃത്യനായി നീയും വരും ചിരം. കേവലം നീ അവനിഷ്ടനായും വരും. രാഘവൻ വാനരസേനയുമായി ചെന്നു രാകുലമെന്നിയേ ലങ്കാപുരാന്തികേ. നാലുപുറവും വളഞ്ഞിരിക്കുന്നൊരു കാലമവസ്ഥയറിഞ്ഞു വന്നിടുവൻ. നിന്നെ അയക്കും ദശാനന്നു നീ ചെന്നു വണങ്ങുക രാമനെ സാദരം. പിന്നെ വിശേഷങ്ങളൊന്നൊഴിയാതെ പോയി ചെന്നു ദശമുഖൻ തന്നോടു ചൊല്ലുക. രാവണനാത്മതത്വോപദേശം ചെയ്തു ദേവപ്രിയനായി വരും പുനരാശു നീ. രാക്ഷസഭാവമശേഷമുപേക്ഷിച്ചു സാക്ഷാൽ ദ്വിജത്വവും വന്നുകൂടും ദൃഢം. യുദ്ധമനുഗ്രഹിച്ചു കലശോത്ഭവൻ സത്യം തപോധനവാക്യം മനോഹരവാക്യം. സാരനായൊരു ശുകൻ പോയനന്തരം ഘോരനാം രാവണൻ വാഴുന്ന മന്ദിരേ വന്നിതു. രാവണമാതാവുതൻ പിതാഖിന്നനായി രാവണനെ കണ്ടു ചൊല്ലുവാൻ. സൽക്കാരവും കുശലപ്രശ്നവും ചെയ്തു രക്ഷോവരനുമിരുത്തിയതോചിതം.
കൈകസീതാതൻ മതിമാൻ വിനീതിമാൻ കൈകസീനന്ദനൻ തന്നോടു ചൊല്ലിനാൻ, ചൊല്ലുവൻ ഞാൻ തവ നല്ലതു പിന്നെ നീയെല്ലാം നിനക്കൊത്തവണ്ണമനുഷ്ഠിക്ക. ദുർനിമിത്തങ്ങളീ ജാനകീലങ്കയിൽ വന്നതിൽ പിന്നെ പലതുണ്ടു കാണുന്നു, കണ്ടീലയോ നാശഹേതുക്കളായി ദശകണ്ഠപ്രഭോ നീ നിരൂപിക്ക മാനസേ. ദാരുണമായിട്ടിടിവെട്ടുതിന്നഹം ദാരുണമായിടിവെട്ടുന്നിതന്മഹം, ചോരയും പെയ്യുന്നിതുഷ്ണമായത്രയും ദേവലിംഗങ്ങളിളകി വിയർക്കുന്നു. ദേവിയാം കാളിയും ഘോരദംഷ്ട്രാന്വിതം നോക്കുന്ന ദിക്കിൽ ചിരിച്ചു കാണാകുന്നു. ഗോക്കളിൽ നിന്നു ഖരങ്ങൾ ജനിക്കുന്നു. മൂഷികൻ മാർജാരനോടു പിണങ്ങുന്നു, രോഷാൽ നകുലങ്ങളോടു മൗവണ്ണമേ. പന്നകജാലം ഗരുഡനോടും തഥാ നിന്നെതിർത്തിടിനാൻ തുടങ്ങുന്നു നിശ്ചയം. മുണ്ടനായേറ്റം കരാള വികടനായി വർണ്ണവും പിംഗല കൃഷ്ണമായി സന്തതം. കാലനയുണ്ടു കാണുന്നിതെല്ലാടവും കാലമാപത്തിനുള്ളോന്നിതു നിർണയം. ഇത്തരം ദുർനിമിത്തങ്ങളുണ്ടായതിനത്രൈവ ശാന്തിയെ ചെയ്തു കൊള്ളേണമേ. വംശത്തെ രക്ഷിച്ചു കൊള്ളുവാനേതുമേ സംശയമെന്നീ സീതയെ കണ്ടുപോയി. രാമപാദേ വെച്ചു വന്ദിക്ക വൈകാതെ, രാമനാകുന്നതു വിഷ്ണു നാരായണൻ. വിദ്വേഷമെല്ലാം ത്യജിച്ചു ഭജിച്ചു കൊൾക്കദ്വയനാം പരമാത്മാനമവ്യയം. ശ്രീരാമപാദബോധം കൊണ്ടു സംസാരവാരിധിയെ കടക്കുന്നിതു യോഗികൾ. ഭക്തി കൊണ്ടന്തഃകരണവും ശുദ്ധമായി മുക്തിയെ ജ്ഞാനികൾ സിദ്ധിച്ചുകൊള്ളുന്നു. ദുഷ്ടനാം നീയും വിശുദ്ധനാം ഭക്തി കൊണ്ടൊട്ടുമേ കാലം കളയാതെ കണ്ടു നീ രാക്ഷസവംശത്തെ രക്ഷിച്ചുകൊള്ളുക. സാക്ഷാൽ മുകുന്ദനെ സേവിച്ചുകൊള്ളുക. സത്യമത്രേ ഞാൻ പറഞ്ഞതു കേവലം പഥ്യം, നിനക്കിതു ചിന്തിക്ക മാനസി. സാന്ത്വനപൂർവം ദശമുഖൻ തന്നോടു ശാന്തനാം മാല്യവാൻ വംശരക്ഷാർത്ഥമായി ചൊന്നതു കേട്ടു പുറാഞ്ഞു ദശമുഖൻ. പിന്നെയും മാല്യവാൻ തന്നോടു ചൊല്ലിനാൻ, മാനവനായ കൃപണനാം രാമനെ മാനസേ മാനിപ്പതിനെന്തു കാരണം. മർക്കടാലംബനം നല്ല സാമർഥ്യമെന്ന് ഉൾക്കാമ്പിലോർക്കുന്നവൻ ജളനെത്രയും രാമൻ നിയോഗിക്കയാൽ വന്നിതെന്നോടു സാമപൂർവം പറഞ്ഞു ഭവാൻ നിർണയം. നേരത്തെ പോയാലും ഇനി വേണ്ടുന്ന നാൾ ചാരത്തു ചൊല്ലിവിടുന്നുണ്ടു നിർണയം. വൃദ്ധൻ ഭവാനതിസ്നിഗ്ധമാം മിത്രമിത്യുക്തികൾ കേട്ടാൽ പൊറുത്തുകൂടാ ദൃഢം. യുദ്ധം പറഞ്ഞ മാത്യന്മാരുമായി ദശവക്ത്രനും
പ്രസാദമൂർത്തിക്കരേറിനാൻ. ഇന്നത്തെ പാരായണ ഭാഗങ്ങൾ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുന്നു. നാളെ 26-ാം ദിവസത്തെ പാരായണവുമായി വീണ്ടും കാണാം. ജയ് ശ്രീറാം.